ഉണ്ണേട്ടാ, അമ്മയുടെ ഇപ്പോഴത്തെ മാറ്റത്തിന് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? അച്ഛന്റെ മരണം അമ്മയെ അത്രത്തോളം തളർത്തി കളഞ്ഞു. നിന്നോട് ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് അച്ഛനോടും കണ്ണേട്ടനോടൊക്കെ അമ്മയ്ക്ക് വലിയ സ്നേഹമായിരുന്നു. അതിനുശേഷം എൻ്റെ അമ്മാവൻ്റെ ഉപദേശം കേട്ട് അമ്മയ്ക്ക് മാറ്റം ഉണ്ടായത്. പിന്നെ ഞാനും മേഘേട്ടനൊക്കെ മുതിർന്ന ശേഷം ഞങ്ങളും അമ്മയുടെ മനസ്സിനെ ഇളക്കം തട്ടിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും അച്ഛനെ കൊല്ലാൻ കാരണക്കാരൻ അമ്മാവനാണെന്ന് അറിഞ്ഞോടെ പഴയ അമ്മയായോന്നറിയില്ല. റിമാൻഡിന്റെ കാലാവധി കഴിഞ്ഞ് അച്ഛൻ ഇറങ്ങിയാലും കേസ് നടക്കും. കോടതിയിൽ 10-20 വർഷം മുൻപ് നടന്ന സംഭവം ആയതുകൊണ്ട് മരിച്ച ആളുടെ കുടുംബത്തിനും അതുപോലെ തന്നെ അപകടത്തിൽപ്പെട്ട നിങ്ങളുടെ ചേട്ടനും ഒക്കെ ഒരുപാട് നഷ്ടപരിഹാര തുക തരേണ്ടി വരും, മുതലും പലിശയും ഉൾപ്പെടെ. അത് തരണം. അതെങ്ങനെ തരാനാ ഉണ്ണിയേട്ടാ? അതിന്ന് എങ്ങനെയെങ്കിലും അച്ഛനെ ഒന്ന് ഒഴിവാക്കിക്കൂടെ? ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. എനിക്കെന്റെ അച്ഛനെ നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ഈ ഗതി വരില്ലായിരുന്നു. കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലെ ഫിനാൻസിയേഴ്സും കൺസ്ട്രക്ഷൻ കമ്പനിയും ജ്വല്ലറിയൊക്കെ ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒന്നിന്റെ തലപ്പത്ത് ഞാനിപ്പോ വന്നേനെ. അതെനിക്ക് സ്വന്തമായനെ. അതൊക്കെ എനിക്ക് ഇല്ലാതാക്കിയത് നിന്റെ അച്ഛനും എന്റെ അമ്മാവനും ചേർന്ന. അതുകൊണ്ട് ആ 2 ദുഷ്ടന്മാരും നഷ്ടപരിഹാരം തന്നേ പറ്റൂ. മറ്റാർക്കും അത് വേണ്ടെങ്കിലും ഉണ്ണിയേട്ടൻ വേണമെന്ന് പറയോ? ഉറപ്പായിട്ടും പറയും. എനിക്ക് കിട്ടേണ്ടത് എനിക്ക് കിട്ടണം. എന്റെ ഉണ്ണിയേട്ടാ, അല്ലെങ്കിലും എന്റെ അച്ഛന്റെ സ്വത്തുക്കളെല്ലാം നമുക്ക് അവകാശപ്പെട്ടു തന്നെയല്ലേ? നമുക്കെന്ന് പറയുമ്പോ അത് നിനക്കാ. എനിക്ക് കിട്ടാനുള്ളത് എനിക്ക് കിട്ടണം. എന്താ ഉണ്ണിയേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനും നീയും തമ്മിലുള്ള ബന്ധത്തിന് ഉറപ്പൊന്നുമില്ല. നാളെ നീ എന്നെ കളഞ്ഞിട്ട് പോയാൽ നിന്റെ സ്വത്തുക്കൾ എങ്ങനെ എനിക്ക് സ്വന്തമാവും? ഇപ്പോ എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടല്ലോ ഉണ്ണിയേട്ടാ. അങ്ങനെ വന്നാലും നമ്മുടെ കുഞ്ഞല്ലേ അതെല്ലാം അനുഭവിക്കാൻ പോകുന്നത്. നീയും ഞാനും തമ്മിലുള്ള ബന്ധം പിരിഞ്ഞാലേ നമ്മളെന്നുള്ള പറച്ചില് പിന്നെ വേണ്ട. പിന്നെ നിന്റെ മാത്രാ കുഞ്ഞ്. അപ്പോഴും ഞാൻ അന്യനാ. അവിടെ നിനക്ക് അന്യനായ എന്റെ അച്ഛനാ പോയിരിക്കുന്നത്. അതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാര്യമല്ല. നിങ്ങളൊരു മനുഷ്യനാണോ ഉണ്ണിയേട്ടാ? ആ, ഞാൻ കണ്ണാടി നോക്കിയപ്പോഴേ മനുഷ്യനായിട്ടാ എനിക്ക് തോന്നിയേ. ഇനി അങ്ങനെ അല്ലാന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ നീ ഒരു മൃഗത്തെ കല്യാണം കഴിച്ച് നമുക്ക് കരുതിക്കോ. ഞാനത് തിരുത്താനൊന്നും വരുന്നില്ല. ഒന്ന് നിന്നെ. സത്യം പറയാലോ, നിങ്ങളുടെ ഏട്ടൻ നിങ്ങളെക്കാളും ഒരുപാട് ഭേദമാ. പൊന്നു പോലെയാ ലക്ഷ്മിയും കുഞ്ഞിനെ അയാൾ നോക്കുന്നത്. അയാൾക്ക് പൊന്നുപോലെ നോക്കാം, പൊന്നുകൊണ്ട് മൂടാം. കാരണം ഒരു ജ്വല്ലറിയും 10-15 തലമുറയ്ക്ക് കഴിയാനുള്ള സ്വത്തുമൊക്കെ സ്വന്തമായിട്ടുള്ള ആളാ. എന്നാലേ ഞാനങ്ങനെ അല്ല. അയാളുടെ കൃപയിൽ കഴിയുന്ന ഒരാളാ.